ആര്യാടൻ ഷൗക്കത്തിനെ മുസ്ലിം വിരുദ്ധനാക്കിയും എം സ്വരാജിനെ ഹിന്ദു വിരുദ്ധനാക്കിയും ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഒരു എന്താ പറയാ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള സ്ട്രാറ്റജിയാണ് അൻവർ ഇപ്പോ പയറ്റുന്നത്. അത് പക്ഷേ ഒരു 15,000 വോട്ടിൽ കൂടുതൽ സമാഹരിക്കുന്ന വിധത്തിലേക്ക് വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ചതുഷ്കോണ മത്സരമാണോ അതോ അതിൽ കൂടുതലാണോ മത്സരം വരാൻ പോകുന്നത് എന്നെല്ലാം ഇനിയും കാത്തിരുന്ന് കാണേണ്ട ഒരു കാഴ്ച കൂടിയാണ്. സ്വാഭാവികമായിട്ടും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷമുള്ള ഈ സമയത്ത് നമ്മൾ പൊതുവെ കാണുന്നത് എന്താണ്? ആര്യാടൻ ഷൗക്കത്ത്, ആര്യാടൻ മുഹമ്മദ് വന്ന കാലം മുതൽ തന്നെ ആ മണ്ഡലം ഏകദേശം ഒരു കുത്തകയായി വെച്ചിരുന്നു. എന്നാൽ അതിനൊരു മാറ്റമുണ്ടാക്കുന്നത് ഹംസയ്ക്ക് ശേഷം അൻവറാണ്. എന്നാൽ അൻവർ ഇപ്പോൾ ഏത് മുന്നണിയിലാണ്? അൻവർ രണ്ട് മുന്നണിയും ഇല്ലാതെ മാറി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. BJP മത്സരിക്കാനേ ഇല്ല എന്ന് പറഞ്ഞിരുന്നു, എന്നാൽ BJP മത്സരിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു. SDPI ആദ്യഘട്ട പ്രചരണത്തിൻ്റെ പകുതി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇത്തരം ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അഭിലാഷ്, ഇപ്പോൾ അൻവറിൻ്റെ അവസ്ഥയെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ഇപ്പോൾ അൻവർ സീരിയസ് ആയ ഒരു മത്സരത്തിന് ഒരുങ്ങുകയാണ്. നോമിനേഷൻ കൊടുത്തിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയുണ്ട്. സംഘടനാപരമായി എന്നുള്ളതിനേക്കാൾ വ്യക്തിപരമായി PV അൻവറിന് എത്ര വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് നിലമ്പൂർ ഇലക്ഷനിലെ ഏറ്റവും നിർണായകമായ ചോദ്യം. സിറ്റിംഗ് MLA ആണ്, രാജിവെക്കുന്നത് വരെ അദ്ദേഹം 2 തവണ അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. അൻവർ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അത് പറഞ്ഞ് അവസാനം അത് തമാശയായി മാറി എങ്കിൽ പോലും ചില വിഷയങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ ആ വിഷയങ്ങളിൽ ഊന്നിയുള്ള വോട്ട് സമാഹരണത്തിന് അൻവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് എത്ര കണ്ട് വിജയിക്കും? അത് കൂടുതൽ ബാധിക്കാൻ പോവുക സ്വാഭാവികമായും UDF-നെ ആയിരിക്കും, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ ആയിരിക്കും. പ്രത്യേകിച്ച് പോലീസിന്റെ സംഖ്യവൽക്കരണം തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് അദ്ദേഹം ഇറങ്ങിയത്. അപ്പോൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് അൻവർ ഉയർത്തിയ കോസിന് വോട്ട് എന്ന ഒരു തരത്തിലുള്ള ഒരു ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുണ്ട് എന്നിരിക്കെ ഒരു പക്ഷേ പ്രത്യേകിച്ച് ആര്യാടൻ ഷൗക്കത്ത് നമുക്കറിയാം, അദ്ദേഹം മുസ്ലിം സമൂഹത്തിലെ പുരോഗമനവാദിയാണ്, ഉൽപ്പത്തിഷ്ണുമാണ്. അപ്പം അദ്ദേഹത്തിന്റെ സിനിമകൾ അൻവറിന്റെ ആദ്യത്തെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെയും എം സ്വരാജിനെയും ഒരേപോലെ ടാർഗറ്റ് ചെയ്തിരുന്നു. ആര്യാടൻ ഷൗക്കത്ത് മുസ്ലിം സമൂഹത്തിനെതിരെ നിൽക്കുന്ന ആളും എം സ്വരാജ് ഹിന്ദു സമൂഹത്തിനെതിരെ നിൽക്കുന്ന ആളും എന്നൊരു നറേറ്റീവാണ് കോയിൻ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ വിലാപങ്ങൾക്കപ്പുറം, അല്ലെങ്കിൽ പാഠം 1 ഒരു വിലാപം, മിരാജ് ജാസ്മിന് അവാർഡ് കിട്ടിയ സിനിമ, ഇതൊക്കെ മുസ്ലിം വിരുദ്ധമാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം അടിത്തട്ടിലുണ്ട്. അപ്പോൾ മതയാഥാസ്ഥിതികരെ സംബന്ധിച്ചും തീവ്ര നിലപാടുകാരെ സംബന്ധിച്ചും അങ്ങനെ ഒരു ചോദ്യം അവരുടെ മുമ്പിൽ ഉണ്ടാകാം. ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇപ്പോൾ ഇതിനോടകം തന്നെ വരുന്നത്. യഥാർത്ഥത്തിൽ നമുക്കറിയാം ആര്യാടൻ ഷൗക്കത്ത് ഒരു പുരോഗമനവാദിയാണ്. അദ്ദേഹം സാമൂഹിക വിമർശനമാണ്, അദ്ദേഹം മതവിമർശനമല്ല നടത്തിയിട്ടുള്ളത്, സാമൂഹിക വിമർശനമാണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ ചൂണ്ടിക്കാണിച്ച് ഇദ്ദേഹം, എന്ന് മാത്രമല്ല മുസ്ലിം സംഘടനകളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ചില അടുപ്പമില്ലായ്മ അടക്കമുള്ള വിഷയങ്ങൾ ചൂഷണം ചെയ്യാൻ അൻവർ ശ്രമിക്കാം. മറുവശത്ത് നോക്കൂ, തൃപ്പൂണിത്തുറയിൽ പയറ്റിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, ഹിന്ദു വിരുദ്ധനാണ് സ്വരാജ്. തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ BJP-ക്ക് വോട്ട് പോൾ ചെയ്യുന്ന നിയമസഭാ നിയോജക മണ്ഡലമാണ്. അവിടെ കഴിഞ്ഞ തവണ BJP-ക്ക് വോട്ട് കുറയാണ് ചെയ്തത്. അത് ആരും വോട്ട് മറിച്ചിട്ടൊന്നുമല്ല, മറിച്ച് ഈ ഒരു ക്യാമ്പയിൻ ഒരു തരത്തിൽ ട്രാക്ഷൻ നേടിയപ്പോൾ അവിടെ സ്വരാജിന്റെ വോട്ട് കൂടിയെങ്കിലും അദ്ദേഹത്തിന്റെ എതിരാളി വിജയിക്കുന്നത് നമ്മൾ കണ്ടു. BJP-യുടെ വോട്ട് കുറഞ്ഞു. അതുകൊണ്ട് സ്വരാജിന്റെ വോട്ട് കൂടിയിട്ട് പോലും അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ല. 992 വോട്ടിന് പരാജയപ്പെട്ടു. അപ്പോൾ ഈ 2 പോയിന്റുകൾ, അതായത് മത ധ്രുവീകരണം ലക്ഷ്യം വെച്ചുള്ള 2 പോയിന്റുകൾ നിശ്ചയമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ മലപ്പുറത്തെ അല്ലെങ്കിൽ നിലമ്പൂരിലെ പ്രബുദ്ധരായ ജനങ്ങൾ അതിൽ കൊത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ രണ്ടുപേരെ, ആര്യാടൻ ഷൗക്കത്തിനെ മുസ്ലിം വിരുദ്ധനാക്കിയും എം സ്വരാജിനെ ഹിന്ദു വിരുദ്ധനാക്കിയും ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു എന്താ പറയാ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള സ്ട്രാറ്റജിയാണ് അൻവർ ഇപ്പോ പയറ്റുന്നത്. അത് പക്ഷേ ഒരു 15,000 വോട്ടിൽ കൂടുതൽ സമാഹരിക്കുന്ന വിധത്തിലേക്ക് വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം.